ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് എൻ്റെ ജീവിതകഥ, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് ജീവിതം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നൊരു ഘട്ടം. നമ്മളറിയാം, നമ്മൾ വിദ്യാഭ്യാസം എല്ലാം കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ചിലർക്ക് ഭാഗ്യം കിട്ടും, ചിലർ പഠനത്തിൽ പുറകോട്ടായിരിക്കും, ചിലർക്ക് ജീവിതത്തിൽ നല്ല വഴി കാണിക്കുവാനോ ആളുകളുണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് എൻ്റെ പഠിക്കാൻ വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല. ചെറുപ്പകാലത്തിലുള്ള അറിവുകളെല്ലാം നമുക്ക് വളരെ പരിമിതമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു തൊഴിൽ തേടുവാനായിട്ടുള്ള സാഹചര്യം വന്നത് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലി പശ്ചാത്തലത്തിൽ നിന്നും, അതും ബോംബെയിലും എറണാകുളത്തും മറ്റ് മെയിൻ സിറ്റികളിലെല്ലാം നല്ല നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫാദർ നാട്ടിൽ തിരികെ എത്തി ജീവിതം ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന ചെറിയ സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളും അദ്ദേഹത്തെ ധാരാളം പണച്ചിലവുള്ള മദ്യപാനം മറ്റുള്ള മേഖലകളിലെല്ലാം ശ്രദ്ധ പോയപ്പോൾ ജീവിതത്തിൻ്റെ ചിലവുകൾ കൂട്ടിമുട്ടിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. നല്ല രീതിയിൽ ജീവിച്ച ഫാദർ അവസാനം ഒരു ഓട്ടോറിക്ഷ, ആദ്യമായിട്ട് എൻ്റെ ടൗണിൽ ഒരു ഓട്ടോറിക്ഷയുമായി വന്ന അച്ഛൻ, അവിടെയും ഒരുപാട് കൂട്ടുകളും കമ്പനികളും എല്ലാം പെട്ട് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ വിദ്യാഭ്യാസം തുടരാതിരിക്കുവാനും എനിക്ക് തൊഴിലിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് ഒരു സാഹചര്യം വന്നത്. സാധാരണ വിദ്യാഭ്യാസം കഴിഞ്ഞ് SLC എല്ലാം കഴിഞ്ഞ് തൊഴിൽ മേഖലയിൽ പെട്ടെന്നൊന്നും ജോലി കിട്ടാൻ അന്നത്തെ സാഹചര്യത്തിൽ കിട്ടില്ല. 85 കാലഘട്ടം, 85 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിക്കണമെന്നുള്ള മോഹം, എനിക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഓട്ടോറിക്ഷയുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കണമെന്ന ആഗ്രഹത്താൽ നമ്മൾ ഓട്ടോറിക്ഷയുമായിട്ട് പാർട്ട് ടൈമായിട്ടെല്ലാം സ്റ്റാൻഡിൽ പോയി ഓടുകയൊക്കെ ചെയ്തു. 15-16 വയസ്സുള്ള സമയത്താണ്, ലൈസൻസ് പോലും ഇല്ലാത്ത കാലഘട്ടം. അപ്പോൾ അതിനുശേഷം വലിയ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയരണമെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഹെവി വെഹിക്കിൾസൊക്കെ ഓടിച്ചാലാണ് കൂടുതൽ വരുമാനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുമ്പോൾ പരിമിതമായ വരുമാനങ്ങളെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ലൈറ്റ് വെഹിക്കിളൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ കൂടുതൽ അന്നത്തെ കാലത്ത് തന്നെ ഒരു 1000 രൂപയൊക്കെ കൊടുത്താലാണ് അന്ന് പഠിക്കാനൊക്കെ സാഹചര്യങ്ങളുള്ളത്. അന്ന് ഡ്രൈവിംഗ് സ്കൂളോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ടാക്സി ജീപ്പിൽ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിന് സാഹചര്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അന്നത്തെ കാലത്ത് ടെമ്പോയും മറ്റുള്ള വാഹനങ്ങളിലെല്ലാം ജീപ്പിലൊക്കെ കിളികളെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എനിക്ക് വേണ്ടപ്പെട്ട അച്ഛൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ഒരു ടെമ്പോ വാനിൽ കിളിയായിട്ട് പോകാനായിട്ടുള്ള അവസരം കിട്ടി. അതായത് നല്ല രീതിയിൽ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് നമ്മളെ പരിചിതമുള്ള ഒരു സമൂഹത്തിലേക്ക് ഒരു റോഡിലേക്ക് മാറാനായിട്ട് വരുന്ന ഒരു സാഹചര്യം നമ്മുടെ മനസ്സിന് എത്രത്തോളം നമ്മുടെ മനസ്സിൽ ദുഃഖം നമുക്ക് ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യമാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. അതായത് നല്ല ഒരു ലോഡൊക്കെ കയറ്റുന്ന ഒരു ടെമ്പോ വാനിൽ പുത്തൻകുരിശ് എന്ന സ്ഥലം, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ഷോപ്പ് ഉടമയുടെ ഒരു പിക്കപ്പ് വാന്, അതായത് ഒരു മെറ്റഡോറിൻ്റെ ടെമ്പോ വാഹനത്തിൽ വന്ന സാധനങ്ങൾ ഇറക്കുകയും അവിടെ നിന്ന് ഇതെല്ലാം ഇറക്കി കഴിഞ്ഞതിന് ശേഷം ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുന്ന അഴുക്കുകൾ തുടച്ചു നീക്കാനായിട്ട് ബ്രഷുമെടുത്ത് ആ പ്ലാറ്റ്ഫോമിൽ കയറുന്ന ഒരു സാഹചര്യം, മനസ്സ് വല്ലാതെ ഇടിഞ്ഞ ഒരു അവസ്ഥ. ആ സമയത്ത് ആളുകൾ ചുറ്റും ബസ് കയറാനും മറ്റും നമ്മളെ പരിചിതമുള്ളവരും, ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന സ്റ്റാൻഡിലെ ആളുകൾ, ഇങ്ങനെ പല ആളുകളും നമ്മളെ കാണാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചവർ, അധ്യാപകർ, ഇങ്ങനെ പലവരും പോകുന്ന സമൂഹം, നല്ല തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ആ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു മാറ്റത്തിലേക്ക് നയിക്കാനും ഒരു തീരുമാനം എടുക്കുവാനുമായിട്ടൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം. ഏത് തൊഴിൽ ചെയ്യാനും മടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നു ചേർന്ന ആ ഒരവസ്ഥ, അതിൽ നിന്നാണ് ജീവിതം തുടങ്ങുന്നത്. നമ്മളിങ്ങനെ പോയാൽ അപമാനിതനായി ജീവിക്കുന്നതിനേക്കാളും നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ള ആ ചലഞ്ചസ് ഏറ്റെടുത്തുകൊണ്ട് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ നിന്നും മറ്റ് സമൂഹത്തിന് പല മേഖലകളിലും ഞാൻ വാഹനം ഓടിക്കുകയും പൈസ സ്വരൂപിക്കുകയും എല്ലാം ചെയ്തു. ഇനി രക്ഷപ്പെടണമെങ്കിൽ അന്നത്തെ കാലത്തുള്ള പോലെ തന്നെ ഒരു സാഹചര്യമുള്ള ഗൾഫിലേക്ക് പോകുക എന്നുള്ളതാണ്. ഗൾഫിലേക്ക് പോകാൻ ഇതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നീക്കി, സുഹൃത്തുക്കളുടെ പ്രേരണകളുണ്ട്, അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചു. സാമ്പത്തികമായിട്ട് അന്നും വലിയ ഭദ്രതയില്ല. അന്നത്തെ കാലത്തൊക്കെ 5 രൂപ പലിശയ്ക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ, അടുത്ത ആളുകളുടെ അടുത്ത് നിന്നൊക്കെ അറിയാവുന്ന ആളുകൾക്ക്, വിശ്വാസമുള്ളവരാണല്ലോ തരുള്ളൂ. അങ്ങനെ
പൈസ എല്ലാം സംഘടിപ്പിച്ച് 20,000 രൂപയോളം അന്നത്തെ കാലത്ത് സംഘടിപ്പിച്ച് വിദേശത്തേക്ക് പോകാനായിട്ട് ഒരു ഏജന്റുമായിട്ട് ബന്ധപ്പെട്ട് ബോംബെക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ എടുത്ത തീരുമാനമാണ്. അപ്പോൾ അതിലും പരാജയങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചു. കൃത്യമായിട്ട് ആ സ്ഥലത്ത് ഏജന്റ് നമ്മളെ ചതിച്ചു, കൃത്യമായിട്ട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയില്ല, അതിന് കേസായി. പിന്നെ 10 പൈസ ഇല്ലാതെ ബോംബെ നഗരത്തിൽ നിന്ന് ട്രെയിനിൽ സാധാരണ ജനറൽ കമ്പാർട്ട്മെന്റ് തിക്കി നിറഞ്ഞ് വെള്ളം പോലും കുടിക്കാൻ കയ്യിൽ പൈസ ഇല്ലാതെ നാട്ടിൽ തിരിച്ചെത്തേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കുക. നല്ല രീതിയിൽ സാഹചര്യങ്ങൾ ജീവിക്കാൻ പറ്റുന്ന നമുക്ക് നല്ല തീരുമാനങ്ങളും കഠിനമായ അവസ്ഥകളെയെല്ലാം നമുക്ക് തരണം ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഉയരാനായിട്ട് ഗൾഫിൽ പോകാനും അവിടെ നിന്ന് സമ്പാദിക്കുവാനും നല്ല കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാനും ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ ഉയർച്ചകളിൽ നിന്ന് ഉയർച്ചകളിലേക്ക് കയറാനും എല്ലാം സാധിച്ചു. ഇനിയും തുടർന്ന കഥകളുമായിട്ട് വരുന്നുണ്ട്. നന്ദി, നമസ്കാരം.